ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്, August 15. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നിങ്ങളെല്ലാവരും ഇൻഡിപെൻഡൻസ് ഡേ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മളുടെ പപ്പുക്കുട്ടൻ്റെ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേ ഇത്തവണ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് പപ്പുവും പാറുവിൻ്റെ സ്കൂളിലാണ്. സോ രാവിലെ തന്നെ നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴയുണ്ടായിരുന്നു. പോകുന്ന വഴി ഫുൾ മഴയാണ്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ മുതൽ മഴ തന്നെയാണ്. ഇവർക്ക് 8:15 സ്കൂളിൽ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 8:30 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പപ്പുവിൻ്റെ മോൻ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ക്ഷീണം ഫീൽ ചെയ്തില്ല. അവന് ജലദോഷമുണ്ട്, ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ട്. എന്നാലും ആൾ കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് റെഡി ആയിട്ട് എക്സൈറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സ്കൂൾ എത്താറായി. നിങ്ങൾക്കും ഞാൻ ഈ ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് സ്കൂള്, ഓക്സ്ലിയം നവജ്യോതി സ്കൂൾ, കുന്നമംഗലമാണ് കേട്ടോ മക്കൾ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ സ്കൂളിലേക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോകാൻ പറ്റുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് പൊതുവേ ഇങ്ങനെ ഓരോ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ദിവസം ഒരു സ്കൂളിലേക്ക് പോകാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു, ടീച്ചറായിട്ട് വർക്ക് ചെയ്ത സമയത്തായിരുന്നു ഞാൻ ഇൻഡിപെൻഡൻസ് ഡേ സ്കൂളിൽ വെച്ച് ഇങ്ങനെ ആ ഒരു വൈബിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. ഇന്നാണ് പിന്നെ അതിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ഇവിടെ എത്തുന്നത്. അപ്പോൾ ഓരോ കുട്ടികളെയും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞാനും എൻ്റെ ചെറുപ്പത്തിൽ ഇതുപോലെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നല്ല അയൺ ചെയ്ത ഡ്രസ്സൊക്കെ, യൂണിഫോമൊക്കെ ഇട്ട് നല്ല സെറ്റായി വൈറ്റ് റിബണൊക്കെ രണ്ട് സൈഡിലും ഇട്ടി നല്ല വൈറ്റ് ബാംഗിൾസ് ഒക്കെ ഇട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് പോകാറുണ്ട്. അതുപോലെയാണ് ഇന്ന് പപ്പു പാറു. അപ്പോൾ പപ്പു വെയിറ്റ് ചെയ്യണം, അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എത്തുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം എത്തി. അപ്പോൾ ദേ 1 by 1 ആയിട്ട് എല്ലാവരും എത്തിക്കഴിഞ്ഞു. അപ്പോൾ പപ്പുവിൻ്റെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ആണ് ഈ കാണുന്നത്. കാരണം മഴയായതുകൊണ്ട് തന്നെ പിള്ളേരിനെ ഒന്നും സ്റ്റുഡൻസിനെ ഒന്നും ഗ്രൗണ്ടിലേക്ക് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സ്റ്റുഡൻസും സ്കൂൾ ലീഡേഴ്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ സ്കൂൾ അതോറിറ്റിയിലുള്ള കുറച്ച് പേര് മെമ്പേഴ്സ്, പിന്നെ ചീഫ് ഗസ്റ്റ് സിസ്റ്റർമാർ, ഇവരൊക്കെയാണ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പരിപാടി ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. നമ്മളുടെ പപ്പുവിൻ്റെ പെർഫോമൻസ് ഉണ്ട്, എന്നിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നിങ്ങളെങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ August 15 ഓർമ്മകളിൽ നിന്ന് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ദേ ഓഡിറ്റോറിയത്തിൽ എത്തി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് സീറ്റില്ല മക്കളെ. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് റോയിൽ, പിന്നെ 2 സീറ്റ് കിട്ടി. എങ്ങനെ ഒപ്പിച്ചിരുന്നു. പാറുക്കുട്ടീൻ്റെ ടീച്ചറിൻ്റെ കൂടെ പോയി. കാരണം ക്ലാസ് വൈസ് സ്റ്റുഡൻസിനെ ഇരുത്തുന്നുണ്ട്. പിന്നെ ബാക്കിലാണ് പാരൻസ്. അപ്പോൾ നമ്മളുടെ ചീഫ് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ സീന ജോസഫ് വെൽക്കം സ്പീച്ചും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തു. കാരണം മേ ബി അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പം ഞാനും ഏട്ടൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ. അപ്പോൾ പിന്നെ ഞാൻ ലൈവൊക്കെ ഇടാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു, പക്ഷേ ലൈവ് ഇടാൻ പറ്റിയില്ല, അത് നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചോട്ടാസിൻ്റെ LKG കുട്ടികളുടെ പെർഫോമൻസ് ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓരോ ഫ്രീഡം ഫൈറ്റേഴ്സാണ്. അപ്പോൾ ഓരോരുത്തരെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ഭംഗിയാണ്, എന്ത് ക്യൂട്ടാണ്. ശരിക്കും അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. നെക്സ്റ്റ് സുംബ ഡാൻസ് ആണ്. അപ്പോൾ ഞാനിത് ഡാൻസ്, എൻ്റെ പാട്ട് ഇവിടെ പ്ലേ ചെയ്യാത്ത വേറൊന്നും കൊണ്ടല്ലോ, കോപ്പിറൈറ്റ് കിട്ടുമോ എന്നുള്ളൊരു പേടി കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ പാട്ട് ഇവിടെ പ്ലേ ചെയ്യാത്ത. അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു ഇത് എൻജോയ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ദിവസമാണ്, എല്ലാവർക്കും ദേശസ്നേഹം എപ്പോഴും ഉണ്ടെങ്കിലും ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിരിക്കും അല്ലേ. നമുക്ക് ഫ്രീഡം കിട്ടിയ ദിവസം എല്ലാവർക്കും തന്നെ ആ ഒരു ദേശഭക്തി നമ്മളുടെ ഉള്ളിലുണ്ടാവും. അന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ കാണുന്ന സിനിമയാണെങ്കിലും, നമ്മൾ കേൾക്കുന്ന പാട്ടാണെങ്കിലും, നമ്മൾ കാണുന്ന പോസ്റ്റുകൾ, ഈ സോഷ്യൽ മീഡിയ തുറന്ന ഫുൾ എന്താ പറയുക, ഇന്ത്യനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഫ്രീഡത്തിനെ കുറിച്ചുള്ള, ഇൻഡിപെൻഡൻസ് ഡേനെ കുറിച്ചുള്ള പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ കാണുന്നു. സോ ഇന്നെങ്കിലും നമ്മൾക്ക് അതിനുള്ള ടൈം കിട്ടും. എല്ലാ ദിവസവും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുക, അല്ലെങ്കിൽ ആ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ത് ചെയ്തു, ഇങ്ങനെ ഫ്രീഡം കിട്ടി, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഇന്നത്തെ മക്കൾക്ക് അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. പക്ഷേ ഈ സ്കൂളിൽ ഇങ്ങനെയുള്ള ഇൻഡിപെൻഡൻസ് ഡേ, അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം സെലിബ്രേറ്റ് ചെയ്യണത് എന്തിനാണ് എന്നുള്ളതൊക്കെ അവരറിയുന്നത് ഇങ്ങനെയുള്ള സെലിബ്രേഷനൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. കുട്ടികൾ സുംബ ഡാൻസ് ആണ്, നല്ല അടിപൊളി എനർജിയോടുകൂടി മക്കൾ ചെയ്തു. അടുത്തത് മീമാണ് ഉണ്ടായിരുന്നത്.
അതും നമ്മൾ കണ്ടു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആണ്. എനിക്ക് ശരിക്കും ഫീൽ ചെയ്യായിരുന്നു. മീൻസ് നമ്മളുടെ മക്കൾ സ്റ്റേജിൽ കയറിയിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അവിടെ നമ്മളിരുന്ന് കാണുന്ന സമയത്ത് ശരിക്കും അത് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം പപ്പുവിൻ്റെ ഡാൻസ് വരുന്ന സമയത്താണ് എനിക്ക് ആ ഫീൽ ഉണ്ടായിരുന്നത്. കാരണം ലാസ്റ്റ് ഇയർ പാറുക്കുട്ടിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്ന സമയത്തും അവൾ സ്റ്റേജിൽ കയറിയതും എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര സന്തോഷമോ ഭയങ്കര പ്രൗഡോ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയണത്, മിക്സഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആയിരുന്നു. കാരണം എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ നിന്ന് സ്റ്റേജ്, നമ്മൾ സ്കൂളിൽ നമ്മുടെ ചെറുപ്പകാലത്ത് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ മക്കൾ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പോൾ ഈ ഒരു പെർഫോമൻസും ഇവിടെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. എല്ലാ മക്കളും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അപ്പോൾ ദൈവം സഹായിച്ച എല്ലാവർക്കും വലിയ വലിയ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളും ഇതുപോലെ ഇങ്ങനെയുള്ള ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് ഒക്കെ കാണാനും അതിൽ പോയി പങ്കെടുക്കാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ? കാരണം ഞാൻ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് ഇതിനൊന്നും താല്പര്യം ഉണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല, അതിനിപ്പോൾ പോയിട്ട് കുറച്ച് സമയം അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, അത് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വരാം, അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പപ്പുക്കുട്ടൻ്റെ പെർഫോമൻസ്. ലാസ്റ്റിലാണ് അവൻ നിൽക്കുന്നത്. ഹൈറ്റ് വൈസ് നിർത്തിയോണ്ട് ലാസ്റ്റാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അടിപൊളിയായിരുന്നു പെർഫോമൻസ്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഇവരുടെ പെർഫോമൻസ് എന്നല്ല, പപ്പുവിൻ്റെ പെർഫോമൻസ് എന്നല്ല, എല്ലാ പെർഫോമൻസും അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ അവൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ, സോൾജറിൻ്റെ ലുക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് പോസ്റ്റ് ചെയ്യാം കേട്ടോ, ഇതിനകത്ത് ഞാൻ കാണിക്കാവേ. അടുത്തതായിട്ട് നമ്മളുടെ ഹൈസ്കൂളിലുള്ള ഗേൾസിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. അതും നല്ല അടിപൊളി പെർഫോമൻസാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് ഇൻഡിപെൻഡൻസ് ഡേക്ക്. സോ ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഓർത്തെടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഈ സ്കൂളിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ഇങ്ങനെയുള്ള പെർഫോമൻസ് കാണാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി നമ്മളുടെ പരിപാടിയൊക്കെ. ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു, ഞാൻ കുറേ ഒന്നും എടുത്തിട്ടില്ല. കാരണം ഒന്നാമത് ലെങ്ത്ത് കൂടുതലാവും. അപ്പം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കണം. കുറേ ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടി, അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നല്ല മഴ, തിരിച്ചു പോകുന്ന വഴിക്കും ഒന്നും പറയാനില്ല, ഭയങ്കര മഴയായിരുന്നു. ഞാൻ രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കയറി ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ബേക്കറിയിൽ കയറിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അവരും കിട്ടിയ മിഠായൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഷെയർ ചെയ്യുകയാണ്, പങ്കുവെക്കുകയാണ്. എനിക്ക് ഇത്ര, നിനക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.